അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്ത AP വിഭാഗത്തിലെ പ്രമുഖ പണ്ഡിതനായ കാന്തപുരത്തിന്റെ മകൻ കൂടിയായ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ ഒരു പ്രസ്താവന വലിയ രീതിയിൽ വിവാദമാക്കിയിരിക്കുകയാണ് എന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ സംസാരത്തിൽ ബാങ്ക് വിളിയുടെ ശബ്ദം അത് അമിതമാകരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത്. സത്യത്തിൽ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം അതിനെ കുറിച്ചല്ല ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. മറ്റ് പല പരിപാടികളും, പള്ളിക്കുള്ളിൽ മാത്രം ഒതുങ്ങേണ്ട പല പരിപാടികളുടെയും ശബ്ദം അത് വലിയ രീതിയിൽ പുറത്തേക്ക് പോകുന്നുണ്ട്, അതിനെ നിയന്ത്രിക്കണം എന്ന രൂപത്തിൽ മാത്രമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരം ഒന്ന് കേൾക്കാം. അപ്പൊ മിതമായൊരു ശബ്ദത്തിലാകണം ദിക്റായാലും ദുആയായാലും ബാങ്കായാലും മൗലിദായാലും. അമുസ്ലിംകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും പുറത്തേക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. ശബ്ദത്തിലും മിതത്വം വേണം. ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം ശബ്ദത്തിൻ്റെതാണ്. എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഖുർത്തുബി പറയുന്നത്. അമിതമായ ശബ്ദമാക്കരുത്. ദിക്ർ ഉറക്കെ ചൊല്ലിയവരോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മക്കളെ ഒന്ന് തടി കാത്തോളെ, നിങ്ങൾ ചെവിട് പൊട്ടനെയോ അല്ലെങ്കിൽ അതിവിദൂരത്തുള്ളവനെയോ ഒന്നും അല്ല, അള്ളാഹുവിനെയല്ലേ നിങ്ങൾ വിളിക്കുന്നത്. മിതമായ ശബ്ദത്തിൽ, തീരെ നിശബ്ദമാകണം എന്നർത്ഥം ഇല്ല. അപ്പൊ മിതമായൊരു ശബ്ദത്തിലാകണം ദിക്റായാലും ദുആയായാലും ബാങ്കായാലും മൗലിദായാലും. ഇതൊക്കെ കേൾക്കേണ്ട സ്ഥലത്ത് കേൾപ്പിക്കണം. ഇപ്പൊ പരിസരത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മൗലിദൊക്കെ ഓതുമ്പോൾ കുറച്ച് കേൾപ്പിക്കാം. എല്ലാ ദിവസവും മൗലിദാണെങ്കിൽ മുസ്ലിംകൾക്കാണെങ്കിലും അവർക്ക് പ്രയാസം ഉണ്ടാകും. ഇവിടെ അദ്ദേഹത്തിന്റെ ആ സംസാരം കൃത്യമായി മനസ്സിലാക്കുന്ന നമുക്ക് ബോധ്യപ്പെടുന്നത് അദ്ദേഹം ബാങ്കിനെ കുറിച്ച് പറയുന്നുണ്ട് എങ്കിലും ബാങ്കിനെ അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് കൃത്യമാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ബാങ്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൃത്യമായ വിഷയം അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. വർഷങ്ങളോളമായി നമ്മുടെ നാടുകളിൽ ബാങ്ക് വിളി കേൾക്കുന്നുണ്ട്. അത് വലിയ ശബ്ദത്തിൽ തന്നെയാണ് കേൾക്കുന്നത്. കാരണം ബാങ്ക് വിളി എന്നത് ആ പള്ളിയിലേക്ക് ആളുകളെ നമസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ബാങ്ക് വിളിയാണ്. നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട് എന്ന് അറിയിച്ചുകൊണ്ടുള്ള വിളിയാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. എന്നാൽ മറ്റുള്ളവ അതുപോലെയല്ല എന്നതും നമുക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ല വിഷയം. ഈ പറയുന്ന പ്രസ്താവനയിലൂടെ ചില കാര്യങ്ങൾ സമസ്തയോട് ചോദിക്കാം എന്ന രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ച അതേ രൂപത്തിൽ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് നമുക്ക് കേൾക്കാം. ഉച്ചഭാഷണികൾ പ്രധാനമായും ബാങ്ക് കൊടുക്കുന്ന ആവശ്യത്തിനാണ്. എന്നാൽ പള്ളിക്കകത്ത് നടക്കുന്ന ദിക്റ് മൗലിദ് ഇതിനൊക്കെ ദീർഘനേരം പുറത്തേക്ക് ഉച്ചഭാഷണി ഉപയോഗിക്കുന്നത് പ്രയാസം ഉണ്ടാക്കുന്ന സംഭവം എന്താന്ന് പറയാം. ബാങ്ക് കൊടുക്കാൻ മാത്രമല്ല ഉച്ചഭാഷണി ഉപയോഗിക്കുന്നത്. ബാങ്ക് കൊടുക്കൽ അതിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. പിന്നെ പള്ളിയിൽ നിന്ന് പ്രത്യേകമായി ആ നാട്ടുകാരെ അറിയിക്കുകയൊക്കെ ചെയ്യണം. പക്ഷെ പഴയ കാലത്ത് ഇവിടെ ഉച്ചഭാഷണി കൂടി പിന്നെ നമ്മൾ ബാങ്കല്ലാത്ത മറ്റുള്ളത് പുറത്ത് വിട്ടാലും പ്രശ്നങ്ങളൊന്നുമില്ല ജനങ്ങൾക്ക്. അതൊക്കെ ഇങ്ങനെ ഒരു ശല്യമായിട്ട് ജനങ്ങൾ കരുതലില്ല. ഇന്നങ്ങനല്ല. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ ജനങ്ങളൊക്കെ വളരെ മാറി. അപ്പൊ ഏത് ശബ്ദങ്ങൾ കേൾക്കുന്നതും ജനങ്ങൾക്ക് ചിലപ്പോൾ അത് ഈ ശബ്ദത്തിന്റെ അനുഭാവികൾക്ക് തന്നെ ചിലപ്പോൾ അത് എന്താവും എന്നറിയോ. ഇപ്പോൾ ഒരു യഥാർത്ഥത്തിൽ നമ്മളൊരു സുന്നി തന്നെയാണ്. സുന്നിയാവലോട് കൂടെ തന്നെ അവനക്ക് പള്ളിയിൽ നിന്ന് ചിലപ്പോൾ വല്ല വച്ച് കേൾക്കുമ്പോൾ ഇതിന് അവനക്കൊരു നീരസം ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് തന്നെ ചില ആളുകൾക്ക് നീരസം ഉണ്ടാവും, നോക്കുമ്പോൾ മറ്റവർക്ക് നീരസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ ശബ്ദങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക്, അത് ഇസ്ലാമിൻ്റെ ഒരു പൊതു തത്വമാണ്. നമ്മൾ ഒരു മറ്റുള്ളവനെ ഉപദ്രവിക്കുന്നതായ ഒരു പ്രവൃത്തി, ഒരു വാക്ക്, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തി പോലും നമ്മളേക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ പ്രവാചകന്മാരൊക്കെ അതിനുള്ള ഇവിടെ വന്നത് നന്മകൾ മാത്രമാണ് അവരിവിടെ പ്രചരിപ്പിച്ചത്. ആ നന്മകൾ മാത്രമേ അവരുടെ സ്വഭാവങ്ങൾ, എല്ലാവർക്കും ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളും നന്മകളും എല്ലാ പ്രവാചകന്മാരും ഇവിടെ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് ഏതെങ്കിലും നിലക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്താക്കണം, അത് ശബ്ദം കുറച്ചുകൊണ്ടും അതിൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഒരു മൗലിദ് പോലത്തൊക്കെ നമ്മൾ പുറത്തേക്ക് വീഴുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പുറത്തേക്ക് വീഴുന്നത് മറ്റുള്ളവർക്ക് അത് അതിൽ എന്ത് ഇഷ്ടമില്ല എന്ന് കണ്ടാൽ അത് ശല്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യാന്നുള്ളത് അത് ശരിയല്ല. അത് നിങ്ങളുടെ രണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ പറഞ്ഞ പ്രസ്താവനകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത്തവണയെങ്കിലും, കഴിഞ്ഞ തവണ വരെ നിങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇത്തവണയെങ്കിലും അമിത ശബ്ദത്തിൽ നിങ്ങൾ പള്ളിക്കുള്ളിൽ നിന്ന് മൗലീദ് പാരായണം നടത്തുമോ?
അതുപോലെ തന്നെ നബിദിന കലാപരിപാടി എന്ന രീതിയിൽ വിദ്യാർത്ഥികളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ രാത്രികാലങ്ങളിൽ സംഘടിപ്പിക്കാറുണ്ട്. അതിൽ വയലുകൾ, അതുപോലെ തന്നെ ബുർദ മജ്ലിസുകൾ എന്ന് തുടങ്ങി മറ്റ് പല പരിപാടികളും അതിന്റെ ഭാഗമായി കൊണ്ട് നടക്കാറുമുണ്ട്. ഇതൊക്കെ തുടങ്ങുന്നത് പോലും പലപ്പോഴും ഇശാ നമസ്കാരത്തിന് ശേഷമാണ്. അത് അവസാനിക്കുന്നത് 1 മണിക്കും 2 മണിക്കും 3 മണിക്കുമൊക്കെയാണ്. നിങ്ങളുടെ ഉസ്താദുമാരുടെ ഈ പ്രസ്താവനയെ മാനിച്ചുകൊണ്ടെങ്കിലും ഇത്തവണ അത് ഇല്ലാതാകുമോ? 10 മണി വരെയാണല്ലോ മൈക്ക് പെർമിഷൻ ഉള്ളത്. ആ 10 മണിക്കുള്ളിൽ ഇതൊക്കെ ഒതുക്കുമോ? അതേപോലെ നബിദിന റാലി, ജനങ്ങളെ വഴിമുടക്കിക്കൊണ്ടാണ് ആ റാലികൾ സംഘടിപ്പിക്കുന്നത്. നമുക്ക് ഒന്നും കൂടി മനസ്സിലാകാൻ വേണ്ടി പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അതേ വിഷയം പറയുന്ന ഒരു വീഡിയോ കാണാം. ഞാൻ ഉണർത്തുകയാണ്, ജനങ്ങളെ വഴി തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്കാക്കിക്കൊണ്ടോ മറ്റോ നമ്മൾ റാലി നടത്തുമ്പോ അവിടെയും ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ടാകും. ഹബീബ് നബിതങ്ങളെ ആരെങ്കിലും ആക്ഷേപിക്കാൻ കാരണമാകും. ഒരു പക്ഷേ ഈമാനില്ലാത്തവർ ആ മുഹമ്മദ് നബിയെ കൊണ്ട് നമുക്ക് റോട്ടുമ്മക്കൂട് പോകാനും പറ്റാതെ വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഹബീബിനെ പറയിപ്പിച്ച കുറ്റം നമുക്കുണ്ടാകും. ഇവിടെ നേരത്തെ ഹക്കീം അസ്ഹരി പറഞ്ഞത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും പറഞ്ഞത്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതിനുവേണ്ടിയാണ് അംബിയാ മുർസലിങ്ങളൊക്കെ വന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചു. അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ സംസാരം വളരെ ക്ലിയർ ആണ്. നമ്മുടെ പ്രവർത്തനം കൊണ്ട് മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയിപ്പിക്കുന്ന ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ റോഡുകളൊന്നും ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഇങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട എന്ന അർത്ഥമാണല്ലോ അവിടെ വരുന്നത്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ അധികരിച്ചിട്ടുള്ള ഒരു കാലമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ നബിദിനമാഘോഷത്തിന്റെ റാലി നിർത്തിവെക്കുമോ? ഇത്തവണ മുതൽ നമുക്ക് അങ്ങനെയുള്ള ഒരു പരിപാടി വേണ്ട എന്ന് വെക്കുമോ? നമുക്ക് ഉറപ്പാണ് റോഡിലേക്ക് ആളുകൾ അങ്ങോട്ട് ഇറങ്ങി ജാഥകൾ നടത്തിക്കഴിഞ്ഞാൽ റോഡുകൾ സ്വാഭാവികമായും ബ്ലോക്കാകാൻ സാധ്യത ഏറെയാണ്. ഏത് നാടിലായി കഴിഞ്ഞാലും അവിടെ റോഡുകൾ ബ്ലോക്കാകും, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അതിലൊരു സംശയവുമില്ല. പ്രവാചകന്റെ മഹത്വം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ റാലികൾ സംഘടിപ്പിക്കുന്നത് എങ്കിൽ അവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കാൻ സാധ്യത. പ്രവാചകനെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ റാലികൾ നടത്തുന്നത് എന്ന രൂപത്തിലേക്കാണ് അത് മാറുക. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞ രൂപത്തിലാണ് എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കുറ്റവും ലഭിക്കും എന്ന് തന്നെയാണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞ രൂപത്തിലാണ് എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഇത്തവണ നിങ്ങൾ ആ ഒരു പരിപാടി ഒഴിവാക്കുമോ? അതായത് പള്ളിക്കുള്ളിൽ നിന്ന് അമിത ശബ്ദത്തിൽ മൗലീദ് പാരായണം പോലെയുള്ള പരിപാടികൾ ഒഴിവാക്കുമോ? അതുപോലെ തന്നെ നബിദിനമാഘോഷ കലാപരിപാടി എന്ന രീതിയിൽ പാതിരാവരെ നടത്തുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഒഴിവാക്കി രാത്രി 10 മണി വരെയുള്ള പെർമിഷൻ ആ സമയത്തിനുള്ളിൽ അതൊക്കെ ഒതുക്കി തീർക്കുമോ? അതുപോലെ റോഡുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ റാലികൾ സംഘടിപ്പിക്കാറുണ്ട്, അത് ഇത്തവണ ഒഴിവാക്കുമോ? സഹോദരങ്ങളെ, നിങ്ങൾ ഈ 3 പണ്ഡിതന്മാരുടെയും പ്രസ്താവനകളെ മാനിച്ചുകൊണ്ട് ഇത്തവണ ഈ പറയുന്ന പരിപാടികളൊക്കെ ഒഴിവാക്കുമോ? ഇനി നിങ്ങളോട് ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ. മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ ദീനിൽ അതിരുകവിയരുത് എന്ന്, മതത്തിൽ പുതുതായി ഒന്നും കൊണ്ടുവരരുത് എന്ന്. അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. കൃത്യമായി നമുക്കെല്ലാവർക്കും ആ വിഷയം അറിയാം. പക്ഷേ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ കൂടികളായി നമ്മളും പലതും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന രീതിയിലാണെങ്കിൽ പോലും നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റല്ലേ? കാരണം മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സർവ്വകാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ട് പോയിട്ടുണ്ട്. നരകത്തെ തൊട്ട് തടയപ്പെടുന്ന സർവ്വകാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ട് പോയിട്ടുണ്ട്. അവിടെ എവിടെയും തന്നെ നബിദിനമാഘോഷം എന്ന് പറയുന്ന കലാപരിപാടിയെ കുറിച്ച് ഇല്ല. കാരണം പ്രവാചകനും സഹാബാക്കളും ജീവിച്ച കാലമത്രയും റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്ന ഒരു ദിവസം കടന്നു പോയിട്ടുണ്ട്. ആ ഒരു ദിവസം അതിന് പ്രത്യേകത പറഞ്ഞുകൊണ്ട് അവർ പ്രത്യേക രീതിയിൽ മൗലീദ് പാരായണവും അതിന് പ്രത്യേക രീതിയിലുള്ള മറ്റ് പല പരിപാടികളും സംഘടിപ്പിച്ച വല്ല രേഖയും ഉസ്താദുമാരെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റുമോ?
നിങ്ങൾ പച്ചക്ക് അള്ളാന്റെ ആയത്ത് ദുർവ്യാഖ്യാനിക്കാറുണ്ട്. സൂറത്ത് യൂനസിലെ 58-ാമത്തെ ആയത്ത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്ന് തുടങ്ങുന്ന ആയത്ത്. ഈ ആയത്ത് കേട്ടവർ സഹാബാക്കളാണ്. പ്രവാചകനിൽ നിന്ന് നേരിട്ട് പ്രവാചകൻ സഹാബാക്കളോട് ഇതിന്റെ ഉദ്ദേശം എന്റെ ബർത്ത്ഡേ ആഘോഷിക്കലാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. സഹാബാക്കൾ ആരും തന്നെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുമില്ല. നിങ്ങൾ ഇവിടെയും പരിധി വിടുകയല്ലേ ചെയ്തത്. നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞു ശബ്ദത്തെക്കുറിച്ച്, നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞു റോഡുകൾ ബ്ലോക്ക് ചെയ്യുന്നതിനെ കുറിച്ച്. എങ്കിൽ മഹാനായ നമ്മുടെ നേതാവ് നമ്മോട് പറഞ്ഞു നിങ്ങൾ ദീനിൽ അതിര് കവിയരുത് എന്ന്. എന്തുകൊണ്ട് നാം അത് കേൾക്കുന്നില്ല? എന്തുകൊണ്ട് നാം അനുസരിക്കുന്നില്ല? ഈ പ്രവാചകന്റെ വാക്കിനെ പോലും അനുസരിക്കാത്ത നിങ്ങളിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ പള്ളിയിൽ നിന്ന് വലിയ ശബ്ദത്തിൽ തന്നെ മൗലിദ് പാരായണം നടത്തുമെന്നും പാതിരാ വരെ നിങ്ങൾ നബിദിന കലാപരിപാടികൾ നടത്തുമെന്നും റോഡുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് റാലികളും മറ്റ് പല പരിപാടികളും നടത്തുമെന്നും ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. വെറുതെ ചില കാര്യങ്ങൾ ചോദിച്ചു എന്നേ ഉള്ളൂ. പ്രവാചക സ്നേഹികൾ ഇങ്ങനെയാകരുത് എന്ന് മാത്രം ഉണർത്തുന്നു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.